നമസ്കാരം. സൂപ്പർ ഫണ്ട് നിങ്ങളുടെ റിട്ടയർമെൻറ്റിനുള്ള ഫണ്ടാണ്. കൃത്യമായ വഴികളിലൂടെ ഇത് വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് സാമ്പത്തിക ഭദ്രതയുള്ളതാകും. ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, സമ്പത്ത് കാലത്ത് തൈപ്പത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഒരു കേസ് സ്റ്റഡി ഞാനിവിടെ പറയാം. ഡിൻഡു ആൻഡ് ഡീന ഇവർ ഓസ്ട്രേലിയയിൽ വന്നിട്ട് 10 വർഷമായി. അവരുടെ സൂപ്പർ ഫണ്ടിൽ ഇപ്പോൾ $1.5 ലക്ഷം ഉണ്ട്. കോവിഡിൻ്റെ സമയത്ത് അവർ കുറച്ച് പണം അതിനകത്ത് നിർത്തും. അവരുടെ വീട് വാങ്ങുന്ന സമയത്തും അവർ കുറച്ച് പണം എടുത്തു. അപ്പോൾ ഈ $1.5 ലക്ഷം സൂപ്പർ ഫണ്ട് മാനേജ് ചെയ്യുന്നൊരു കമ്പനിയാണ് അവർക്ക് വേണ്ടി ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത്. ഒരു വർഷം 8 മുതൽ 10% വരെയാണ് അവർക്ക് റിട്ടേൺ കിട്ടുന്നത്. അപ്പം $12,000 മുതൽ $15,000 വരെ. അപ്പോൾ അവർ കുറേ റിസർച്ചൊക്കെ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി സൂപ്പർ ഫണ്ട് വെച്ച് പ്രോപ്പർട്ടി വാങ്ങാം. അപ്പോൾ ഒരു അക്കൗണ്ടിൻ്റെ അടുത്ത് പോയി ഒരു കമ്പനി ഉണ്ടാക്കി ഈ കമ്പനിയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്നു. നമ്മുടെ സൂപ്പറിലെ ഫണ്ട് ഇങ്ങോട്ട് റോൾ ഓവർ ചെയ്തു. ഒരു മോർട്ട്ഗേജ് ബ്രോക്കറെ കണ്ട് അവരുടെ ബോറോയിങ് അസസ് ചെയ്തു. മോർട്ട്ഗേജ് ബ്രോക്കർ പറഞ്ഞു $5 ലക്ഷം മുതൽ $5.5 ലക്ഷം വരെയുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ചു $5 ലക്ഷം. $1 ലക്ഷം ഡെപ്പോസിറ്റ് സൂപ്പർ ഫണ്ടിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഇവിടെ അവർ ചെയ്യുന്ന സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ $25,000 അവർക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി മറ്റുള്ള ചിലവുകളായി. ഈ സൂപ്പർ ഫണ്ട് കമ്പനിയായിട്ട് സെറ്റപ്പ് ചെയ്യാൻ അവർക്ക് ഒരു $5,000 ആദ്യം ചിലവായിരുന്നു. ഇപ്പോൾ സൂപ്പർ ഫണ്ടിൽ ഇപ്പോൾ ബാലൻസ് ആയിട്ട് ഇരിക്കുന്നത് ഏകദേശം $20,000 മാത്രമാണ്. ഒരു വർഷം കഴിഞ്ഞു. അവർ $5 ലക്ഷം വാങ്ങിയ പ്രോപ്പർട്ടി $6,50,000 അവർ വിറ്റു. അവർക്ക് ഏജൻറ്റ് ഫീയോട് കൊടുക്കേണ്ടി വന്നില്ല, കാരണം അവരുടെ പരിചയത്തിലുള്ള ഒരാൾക്കാണ് ഈ പ്രോപ്പർട്ടി വിറ്റത്. $1.5 ലക്ഷം ലാഭം കിട്ടി. അതിനകത്ത് വെറും 10% മാത്രമേ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ $15,000. അപ്പോൾ $1,35,000 ഒരു വർഷം കൊണ്ട് സൂപ്പർ ഫണ്ടിൽ പ്രോപ്പർട്ടി വാങ്ങി വിറ്റപ്പം ഡിൻഡു ആൻഡ് ഡീനയ്ക്ക് കിട്ടിയത്. ഇതേ പണം തന്നെ ഇവർ ഒരു സൂപ്പർ ഫണ്ട് മാനേജ് ചെയ്യുന്ന കമ്പനിയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് $12,000 മുതൽ $15,000 മാത്രമേ കിട്ടുള്ളായിരുന്നു. ഇവിടെ പ്രോപ്പർട്ടി വാങ്ങി വിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം 10 ഇരട്ടിയോളം അവർക്ക് ലാഭം കിട്ടിയിരിക്കുകയാണ്. എല്ലാവരുടെ കേസിൽ ഇങ്ങനെ സംഭവിക്കണമെന്നില്ല, പക്ഷേ ഇവിടെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ ദമ്പതികൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ലാഭം കിട്ടിയ പണം തിരിച്ച് അവരുടെ സൂപ്പർ ഫണ്ടിലിട്ടു. ഇപ്പോൾ സൂപ്പർ ഫണ്ടിൽ $2 ലക്ഷത്തിലധികം ഉണ്ട്. അപ്പോൾ വീണ്ടും മോർട്ട്ഗേജ് അസസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോർട്ട്ഗേജ് ബ്രോക്കർ പറഞ്ഞു നിങ്ങൾക്ക് 2 പ്രോപ്പർട്ടി വാങ്ങാം, $4 ലക്ഷം 2 പ്രോപ്പർട്ടികൾ. അങ്ങനെ അവർ ഇനി അങ്ങനെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ അവർക്ക് ഇങ്ങനെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ ഫണ്ടിലെ പണം വളരെ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യിക്കാൻ അവർക്ക് പറ്റും. ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾ കണ്ടെത്തുക. സൂപ്പർ ഫണ്ടിലൂടെ പണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് സാമ്പത്തിക ഭദ്രതയുള്ളതാക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.